ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. ഇന്നത്തേതൊരു മിക്സ് ജ്യൂസിന്റെ വീഡിയോ ആണ്. ഡ്രാഗൺ ഫ്രൂട്ടും മാംഗോയും ഞാനൊന്ന് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. നല്ലൊരു ഫീൽ വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കഴിച്ചു നോക്കിയപ്പോ. ഞാന് ഡ്രാഗൺ ഫ്രൂട്ടും പാലും ഒരല്പം പഞ്ചസാരയും ചേർത്ത് കണ്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് മാംഗോ കിട്ടി. അതിന്റെ കൂടെ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കി അടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നിട്ടോ. അപ്പൊ ആ വീഡിയോ നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തേത്. അപ്പൊ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടുതലും ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ മിക്സ് ജ്യൂസിന് വേണ്ടിയിട്ട് ഡ്രാഗൺ ഫ്രൂട്ടും മാംഗോയും പാലും ഞാൻ എടുത്തിട്ടുണ്ട്. പഞ്ചസാര എടുത്തിട്ടില്ല കേട്ടോ, വേണ്ടവർക്ക് മാത്രം ചേർക്കാം. ഡ്രാഗൺ ഫ്രൂട്ടും മാംഗോയും ഞാനൊന്ന് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഇത് രണ്ടാക്കി മുറിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇത് പിങ്ക് കളർ ഉള്ളതാണ്, വൈറ്റ് കളർ ഉള്ളതല്ല. അടിപൊളിയാണ് കേട്ടോ കാണുമ്പോൾ. ഈ കാണുന്ന ടേസ്റ്റ് ഇതിനില്ല കേട്ടോ, വെറും വെള്ളത്തിന്റെ ടേസ്റ്റ് ആണ് ഇതിനുള്ളത്. ഇതും തന്നെ കുരു എടുത്തിട്ട് ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റൂ കേട്ടോ. കട്ട് ചെയ്യാനൊക്കെ സിമ്പിളാണ് കേട്ടോ, ഈസി ആയിട്ട് പീൽ ചെയ്തെടുക്കാനും. മാംഗോ ഞാനൊന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഷുഗർ ഒക്കെ ഉള്ള ആളുകൾക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ, കാരണം മധുരം ഇല്ലാത്ത ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ട് മാത്രം കഴിക്കുന്ന സമയത്ത് മധുരം ഇല്ലാത്ത തണ്ണിമത്തം കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഈ മാംഗോ ആയിട്ട് ഇതുപോലെ കോംബോ ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് ഞാനിപ്പോൾ എടുത്തുള്ളത് ആപ്പിൾ മാംഗോ ആണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇതിന്റെ സീസണാണ് തോന്നുന്നത്. കടയിൽ നിന്ന് കിട്ടിയത് അടിപൊളിയാണ്, നല്ലോണം പഴുത്തിട്ടുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ നല്ലൊരു ഫീൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ കഴിച്ചു നോക്കിയപ്പോ. ജ്യൂസ് എടുക്കാതെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് കൂടി ജ്യൂസ് അടിക്കുമ്പോഴും ഇത് അടിപൊളി ടേസ്റ്റ് ആണ്. മധുരം വേണ്ടവർക്ക് മാത്രം ചേർത്താൽ മതി കേട്ടോ, മധുരം വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഷുഗർ ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പൊ മാംഗോയും കൂടി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി പാലും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ജ്യൂസ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ, എങ്ങനെ ഉണ്ടെന്നുള്ളത്. പഞ്ചസാര ചേർക്കാതെ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാനൊന്ന് പറയാം. മാങ്ങന്റെ ഫ്ലേവർ നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആണ്. ഒരിക്കലും മധുരം ചേർക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പൊതുവെ ഞാൻ മധുരം കുറച്ച് വന്നത് കൊണ്ടാണോ എന്ന് അറിയില്ല. എന്നാലും മധുരം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്താൽ മതി. പിന്നെ ഐസ് ക്യൂബ് ചേർക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ ഇതിൽ ഐസ് ക്യൂബ് ഇട്ടിട്ടില്ല, ഓൾറെഡി പാലിന് നല്ല തണുപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഐസ് ക്യൂബ് ചേർക്കാതിരുന്നത്. പിന്നെ വേണ്ടത് നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെറിയ പീസുകൾ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും ഇടക്ക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല തണുപ്പും ചെറിയ ചെറിയ പീസുകൾ കടിക്കാൻ കിട്ടുമ്പോഴും അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇത് മാംഗോയും ഡ്രാഗൺ ഫ്രൂട്ടും അടിപൊളി കോംബോയാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടുതൽ ആ ബെല്ലൈക്കന്റെ കാര്യം ഓർപ്പിക്കുന്നുണ്ട് കേട്ടോ. ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് റഹീസ് ലൈഫ്.